ഒക്കെ വായിക്കുമ്പോൾ കാർട്ടൂൺ കാണാറുള്ള ലാഘവത്തോടെ മാത്രമേ ഈ പ്രോഗ്രാം നിങ്ങൾ എടുക്കാവൂ. ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി ഇതാ ഒരു കോമഡി സ്കിറ്റ്. ഇനി മേലാല് ഞാൻ ഇന്ത്യയിലേക്കില്ല. നമ്മളില്ല. ഓ, ഇന്ത്യയിൽ ഒരു സ്ഥലം പോലും കാണാനില്ലെന്നേ. ഒരു മെനയില്ല, ഒരു സ്ഥലവും ഇല്ല. പിന്നെ താജ്മഹൽ നമ്മുടെ ആൾക്കാർ പണിതല്ല, അത് അടിപൊളിയായിരിക്കുന്നു. പിന്നെ ആകെ ഇവിടെ എന്താ കുത്തപ്പീനാറ് പാർലമെന്റ്, അതൊക്കെ എന്തിനുള്ള ഇവിടെ ഇന്ത്യക്കാരനാ. ആര്? ഇന്ത്യക്കാരനാണ്. ഞാൻ ചാർട്ട് കണ്ടതാ. ഇന്ത്യക്കാരനോ? ഇവിടെ പാകിസ്ഥാനികളായ നമ്മുടെ നടക്ക് ഇന്ത്യക്കാരിരുന്ന് യാത്ര ചെയ്യണം. ഇന്ത്യനാ? ഇന്ത്യക്കാരൻ ഇവിടെ ഇരിക്കുക. അത് കൊള്ളാം. എന്റെ ബാഗ് കൂടി ആള് വരണ്ട, ആള് വരണ്ട. ഇന്ത്യക്കാരൻ ഹലോ, എന്താ ആ പാണ്ടെടുത്ത് മാറ്റണം. ആ പാണ്ടെടുത്ത് മാറ്റാൻ. ഞങ്ങളുടെ ബാണ്ടോ അല്ലേ, നല്ല അടിപൊളി ബാഗാണ്, ഞങ്ങളുടെയാണ്, ഞങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് വയ്ക്കും. എന്താ 32 ആണല്ലേ? അത് വായിച്ചു നോക്കിയേ. 32 ഇതാണ് ഇവരുടെ ഇന്ത്യക്കാരനാണല്ലേ? അത് എങ്ങനെ മനസ്സിലായി? ഷേപ്പ് കണ്ടാൽ അറിയാം. പാകിസ്ഥാനിയാണല്ലേ? അത് എങ്ങനെ മനസ്സിലായി? വല്ലാത്ത നാറ്റം. നമുക്ക് പത്രം വായിച്ചിരിക്കാം, അതാ നല്ലത്. പാകിസ്ഥാനിൽ നിന്നും 17 തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി. നുഴഞ്ഞു കയറിയവരെ ഇന്ത്യക്കാർ എറിഞ്ഞു വീഴ്ത്തി. ഇതൊരു അടിപൊളി ഫോട്ടോയാണല്ലോ. അമേരിക്കൻ പ്രസിഡന്റിനെ ഹസ്തദാനം ചെയ്യുന്ന പാകിസ്ഥാൻ പ്രസിഡന്റ്. കണ്ടോ, വിവരമുള്ള രാജ്യക്കാർ തമ്മിൽ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടാവുള്ളൂ. തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റിന്റെ മോതിരം കാണുവാനില്ല. ഞാൻ വായിച്ചോളാം. താൻ വായിച്ചിട്ടാണ് ഈ കുഴപ്പം മുഴുവൻ. അതെ. 100ാം നിലയുടെ മുകളിൽ നിന്നും പാകിസ്ഥാൻകാരൻ ചാടി റെക്കോർഡിട്ടു. ഇടുമല്ലോ. ശവസംസ്കാരം നാളെ രാവിലെ 6:30. പാകിസ്ഥാൻകാരൻ എന്താടോ ഇവിടെ ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച പത്രം ഞങ്ങൾക്കറിയാൻ വായിക്കാൻ. പാകിസ്ഥാൻകാരൻ അമേരിക്കയിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കൂടുതൽ വായിക്കണമെന്ന് കാണുന്നു. പാകിസ്ഥാൻകാരൻ എടാ ഒരു കൊതുക് തിരി കത്തിച്ചതിന്റെ പരിപാടി തീർന്നോട്ടാ, എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. പാകിസ്ഥാൻകാരൻ അത് കൊള്ളാം. പിന്നെ വായിക്കും. ഇന്ത്യക്കാർ തിന്നുന്നതേ ചോറ. നിങ്ങൾ ഈ പേപ്പറാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവിടെ വല്ല പാട്ടും പാടും, നേരം പോട്ടെ. ഞാൻ ഒരു പാട്ട് പാടാം. റസൂലേ 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 നിർത്തി. പഴയ പാട്ടാണത്, അതൊന്നും പാടാൻ കൊള്ളൂല. ഇപ്പൊ നല്ല ബെസ്റ്റ് ഒരു അടിപൊളി പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് പാടാൻ പറ്റും. ഞാൻ പാടാം. 14ാം രാവിന്റെ തിറ പോലെ വന്നല്ലോ, 17 കടവത്ത് കുടമുല്ല മുതല്ലോ. യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ അല്ലാ യാ. നമുക്ക് കിടന്ന് ഉറങ്ങിയാലോ? ശരിയാണ്, എനിക്ക് ഉറക്കം വരും. ഇവനോട് ആരും ഉറങ്ങാൻ പറഞ്ഞു? എന്താ ഡള്ളപ്പിന്റെ കിടക്കേ? പിന്നെ ക്രിസ്ത്യാനില്ല അറിയാതെ കൂട്ടുകാരാണല്ലേ? ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണ്. അടുക്കൊരു കുരിശുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെ, 2 കള്ളന്മാരുടെ ഇടയ്ക്കാണല്ലോ യേശു കുരിശും കൊണ്ട് കിടന്നത്. അതാ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങള് ലാഹോർ ലാഹോറിലെ ജംഗ്ഷനില്. അങ്ങനത്തെ മുറുക്കക്കട അറിയാമോ? എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾ അറിയാൻ പാടില്ല പറഞ്ഞില്ലേ? ഇതാണ് കുറച്ചുകൂടെ സമാധാനം. ബസ് സ്റ്റാൻഡ് ആയി തോന്നണം. ബസ് സ്റ്റാൻഡ് എത്തിയെന്നുണ്ടല്ലോ. ഹലോ, എഴുന്നേറ്റ സ്റ്റാൻഡായി. ഞങ്ങൾ കുറച്ച്
വെള്ളം കുടിച്ചിട്ട് വരാം. വെള്ളം ഞാൻ വാങ്ങിച്ചിട്ട് വേണ്ട വേണ്ട വേണ്ട, ഞാൻ വാങ്ങിച്ചിട്ട് വേണ്ടേ? ഇന്ത്യക്കാരുടെ വെള്ളം ഞങ്ങൾക്ക് വേണ്ട. ഇന്ത്യക്കാരെന്ന് വെച്ചാൽ അതേ മര്യാദയുള്ളൂ. വേണ്ട അങ്ങനെ വെള്ളം വാങ്ങിട്ട് വരട്ടെ. ഇവിടെ നാണാവില്ലോടോ ഇന്ത്യക്കാരുടെ വെള്ളം മേടിച്ചു കുടിക്കാൻ. പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ? പണി അവന്റെ ചെരിപ്പൂടെ കിടക്കണ അതിനെന്താ? എന്ത് വൃത്തികേടോ താനീ കാണിക്കുന്നത്? ഒരാൾ വെള്ളം മേടിച്ചിരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അയാളുടെ ചെരുപ്പിൽ തുപ്പി വയ്ക്കുക വേണത്. പിന്നെ എന്താണ് ചെയ്യണത്? ഇവിടെ നമ്മൾ ചെരുപ്പ് ഇങ്ങനെ എടുക്കണം, എന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ മാന്യമായിട്ട് തുപ്പടോ. താങ്ക് യു. ഇന്ത്യക്കാർക്ക് പറ്റുന്ന ഓരോരോ പറ്റേ. കണ്ടില്ലേ എങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യോജിക്കും? പാകിസ്ഥാനികൾ ഇന്ത്യക്കാരുടെ ചെരുപ്പിൽ തുപ്പി വയ്ക്കുന്നു, എന്നാൽ ഇന്ത്യക്കാരാകട്ടെ അവർ കൊടുക്കുന്ന വെള്ളത്തിൽ മൂത്രം ഒഴിച്ചു കൊടുക്കുന്നു.